തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട സ്ഥലങ്ങളുണ്ട്. അതായത് ത്രികോണ പോരാട്ടങ്ങൾ വളരെ വലിയ തോതിൽ നടക്കാൻ സാധ്യതയുള്ളതും പല അട്ടിമറികളും നടക്കാനായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ പോലും ചിലപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്ന സ്ഥലങ്ങൾ. അതിലൊന്ന് നമുക്ക് തിരുവനന്തപുരം എടുക്കാം. രണ്ടാമത്തേത് തൃശ്ശൂര്. തൃശ്ശൂര് നിലവിൽ ഒരു ത്രികോണ പോരാട്ടമായി മാറുന്ന തരത്തിലൂടെ കളമൊരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. തൃശ്ശൂരിൽ നിലവിൽ BJPക്ക് അത്ര വലിയ തോതിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ചെലുത്താൻ സാധിച്ച ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നു 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്നുള്ളത് വാസ്തവമാണ്. ഒരു MP BJPക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന തരത്തിൽ തൃശ്ശൂർ കോർപ്പറേഷൻ നിലവിൽ LDFന്റെ കൈവശമാണ്. പക്ഷെ ഒരു തൂക്കുസഭയുടെ രീതിയിലാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അതായത് അവിടുത്തെ 55 സീറ്റുകളിൽ 24 സീറ്റുകളിൽ LDFും 24 സീറ്റുകളിൽ UDFും 6 സീറ്റുകളിൽ BJPയും അതോടൊപ്പം തന്നെ ഒരു സീറ്റ് അതേഴ്സ് എന്നുള്ള കണക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ എന്ത് തരം മാറ്റങ്ങൾ സംഭവിച്ചു, നിലവിലുള്ള ഈ സീറ്റുകളിൽ ആർക്കൊക്കെ സീറ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവും, ആർക്ക് സീറ്റുകൾ കുറയും എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും പല അട്ടിമറികളും സംഭവിക്കേണ്ട സാധ്യതയുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. പുറത്തു വരുന്ന ചില സർവേകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കണക്കുകൾ പ്രകാരമാണെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂരില് വീണ്ടും ഒരു അട്ടിമറിക്ക് സാധ്യത എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിലവിൽ UDF LDF ഒരുപോലെ നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന തരത്തിൽ ഒരു അട്ടിമറി ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന തരത്തിൽ LDFനും UDFനും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറി പറഞ്ഞേക്കാം. അതായത് നിലവിലുള്ള സീറ്റുകളിൽ നിന്നും ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാം. അതേസമയം BJPക്ക് നിലവിലുള്ള 6 സീറ്റുകളിൽ നിന്നും സീറ്റുകളുടെ കാര്യത്തിൽ ചിലപ്പോൾ 2 അക്കം എത്തുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ രണ്ടക്കത്തിന് മുകളിലോട്ട് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിയാം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ 2025 നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വീണ്ടും ഒരു തൂക്ക് സഭയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. അത് തീർച്ചയായിട്ടും എടുത്തു പറയുക എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വമ്പൻ ട്വിസ്റ്റിലേക്ക് തന്നെയായിരിക്കും തൃശ്ശൂർ കോർപ്പറേഷൻ റിസൾട്ട് മാറി മറിയാൻ പോകുന്നത്. അതായത് വീണ്ടും ഒരു തൂക്ക് സഭയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. അതോടൊപ്പം തന്നെ LDF UDF നിലവിലുള്ള സീറ്റുകളിൽ നിന്നും കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം. BJPക്ക് നിലവിലുള്ള സീറ്റുകളിൽ നിന്നും ഒരു വർധനവ് ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം. അത് തീർച്ചയായിട്ടും ഒരു തൂക്ക് സഭയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്ന കണക്ക് കാര്യങ്ങൾ മാറാം. അതോടൊപ്പം തന്നെ അവിടെ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കും, അതായത് ആരാകും അടുത്ത ഭരണത്തിലേക്ക് വരിക എന്നുള്ളത് നിർണയിക്കുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ ഒരു നിർണായക പങ്ക് വഹിക്കുന്ന തരത്തിലോട്ട് അവിടെ BJP കാര്യങ്ങൾ മാറ്റിമറിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ വലിയ തോതിൽ നിലവിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ. അതായത് അട്ടിമറി നേട്ടം സ്വന്തമാക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ തൃശ്ശൂർ ചിലപ്പോൾ BJPക്ക് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞേക്കാം. അത് തീർച്ചയായിട്ടും LDF UDF സീറ്റുകളുടെ കാര്യത്തിൽ നിലവിലുള്ള സീറ്റുകൾ അതായത് 24 വെച്ച് നോക്കുമ്പോഴത്തേക്കും അതിൽ നിന്നും ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമ്പോൾ അവിടെ BJPക്ക് നിലവിലുള്ള സീറ്റുകളിൽ നിന്നും ഒരു വർധനവ് വരുന്ന കണക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതായത് 6-ൽ നിന്നും അത് 10-ൽ കൂടുതൽ നേടുന്ന തരത്തിലോട്ട് അതായത് 2 അക്കം കടക്കുന്നതിന് അപ്പുറത്തോട്ട് കാര്യങ്ങൾ മാറുകയും പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് അവിടെ ഈ പറയുന്ന സീറ്റുകളെ കാട്ടിലും കൂടുതൽ BJPക്ക് അവിടെ സാധ്യമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞാൽ തീർച്ചയായിട്ടും പല അട്ടിമറികളും പ്രതീക്ഷിക്കാം. കാരണം എന്ന് പറയുന്നത് അവിടെ തീർച്ചയായിട്ടും LDFനുള്ളിലും UDFനുള്ളിലും വളരെ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ നിലവിലത്തെ സാഹചര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് തീർച്ചയായിട്ടും മുതലെടുക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ BJP ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പല പ്രമുഖ നേതാക്കളും തൃശ്ശൂര് ഈ പറയുന്ന LDFും UDFും വിട്ടുകൊണ്ട് BJPയിലേക്ക് ചേർന്നിരിക്കുന്നു എന്നുള്ളതും വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ തീർച്ചയായിട്ടും കൗൺസിലർമാർ അടക്കം പലരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ബാധിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്.
അത് തീർച്ചയായിട്ടും നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്ക് അവിടെ വളരെയേറെ സ്വാധീനമുള്ള ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു MP BJPക്ക് അവിടെ ഉണ്ടായിരിക്കുന്നു. പലയിടങ്ങളിലും സ്വാധീനം ചെലുത്താനായിട്ട് BJPക്ക് നിലവിൽ സാധിക്കുന്ന ആ ഒരു ലെവലിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങൾ BJPക്ക് നിലവിൽ തൃശ്ശൂർ ഒരുപാടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പ്രചരണ രീതികളൊക്കെ തന്നെയും അത്രത്തോളം ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ പറയുന്ന തരത്തിൽ LDFിൽ നിന്നും UDFിൽ നിന്നും ഒക്കെ തന്നെയുള്ള പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ ഒഴുക്കൊക്കെ തന്നെയും BJPക്ക് ഒരു നേട്ടമായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു അട്ടിമറി സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഒരു തൂക്കുസഭയിലേക്കാകാം അവിടെ കാര്യങ്ങൾ മാറുന്നത് വീണ്ടും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനപ്പുറം കാര്യങ്ങൾ അട്ടിമറിയിലേക്ക് മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു തൂക്കുസഭ വീണ്ടും വരാനായിട്ടുള്ള സാധ്യത നിലവിൽ നിലനിൽക്കുന്നുണ്ട് തൃശ്ശൂർ എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതിൽ നിലവിലത്തെ സാഹചര്യത്തിൽ BJPക്കായിരിക്കും ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും LDF UDF സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ഇടിവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കണം എന്ത് തരം അട്ടിമറികളാണ് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ മുന്നേറ്റം, ഒരു വമ്പൻ അട്ടിമറി അവിടെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം പലതരത്തിലുമുള്ള ഒഴുക്കുകൾ BJPയിലേക്ക് പല സാഹചര്യത്തിൽ LDFിൽ നിന്നും UDFിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള നേട്ടമായി മാറും എന്നുള്ളതും അത് BJPക്ക് ഗുണകരമായി മാറുമോ, LDFിന് നേട്ടമായി മാറുമോ, UDFിന് നേട്ടമായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.